കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ കണ്ടു. ഉണ്ണിമോൾക്ക് സ്കൂളിൽ വന്നു കഴിഞ്ഞപ്പം മാരാർ മാഷും രാധ ടീച്ചറൊക്കെ വലിയ അംഗീകാരവും അതോടൊപ്പം തന്നെ നല്ലൊരു ട്രോഫിയൊക്കെ കൊടുക്കുന്നുണ്ട്. കാരണം ഉണ്ണിമോള് ഒരു നാടിനെയാണ് രക്ഷിച്ചത്. അപ്പൊ അതൊക്കെ അറിഞ്ഞു കഴിയുമ്പോ പിന്നെ അവർക്ക് ഉണ്ണിമോൾക്ക് സമ്മാനമൊന്നും കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇത് കണ്ടുകൊണ്ട് ക്ലാസ്സിലെ 3 കുരിപ്പ് പിടിച്ച് പിള്ളേരുണ്ടായിരുന്നു. കാരണം അവർക്കാണെങ്കിൽ ഉണ്ണിമോളെ കണ്ണെടുത്താൽ കാണത്തില്ല. ഉണ്ണിമോൾക്ക് സമ്മാനം കൂടെ കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ കണ്ണിക്കട അങ്ങോട്ട് കൂടി. പിന്നീട് അവന്മാര് മനസ്സിൽ വിചാരിച്ചു, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, അവൾക്കിട്ടൊരു പണി കൊടുക്കണമല്ലോ എന്ന്. എന്നിട്ട് അവന്മാർ എന്ത് ചെയ്യണം, വലിയ ഗിഫ്റ്റാന്നും പറഞ്ഞുകൊണ്ട് ഒരു പാക്കറ്റൊക്കെ പറഞ്ഞ് ഉണ്ണിമോളെ കൊണ്ട് കൊടുക്കുവാണ്. ഉണ്ണിമോള് പാവം അവന്മാർ സമ്മാനമായിട്ട് തന്നല്ലേ, അങ്ങനെ പൊളിച്ചു നോക്കുവാണ്. ഈ സമയം ദിവ്യയും നന്ദനയും ഉണ്ണിമോളെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ണിമോള് ഓരോ പാക്കറ്റായിട്ട് പൊളിച്ചോണ്ടിരിക്കുക. കാരണം ഒരു ബോക്സ് തുറന്നു കഴിയുമ്പോൾ അതിനകത്ത് വേറൊരു ബോക്സ് കാണും. അങ്ങനെ തുറന്നു വന്ന് അവസാനം വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്തൊന്നുമില്ല. ഈ സമയത്ത് അവന്മാര് പറ്റിച്ചെന്ന് പറഞ്ഞ് ഉണ്ണിമോളെ കളിയാക്കി ചിരിക്കുകയാണ്. ഉണ്ണിമോൾക്ക് വല്ലാത്ത സങ്കടമായപ്പേ ഈ സമയം ദിവ്യ ചോദിച്ചു, എന്ത് പരിപാടിയാടാ നീയൊക്കെ കാണിച്ചേന്ന് ചോദിക്കാം. ഓഹോ, നീയൊക്കെ എന്താ വിചാരിച്ചോണ്ടിരുന്നേ, പിന്നെ ഞങ്ങൾ അങ്ങോട്ട് മല മറിച്ച് കൊടുക്കൂന്നോ, പിന്നെ ഇവൾക്കൊരു പണി കൊടുത്തല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കണ്ട നന്ദന പറഞ്ഞു, എന്നാലും ഇത് കുറച്ച് കൂടി പോയിട്ടോന്ന് പറയണ, വെറുതെ കളിയാക്കാൻ വേണ്ടിയിട്ട്. നീയൊക്കെ വലിയ കഥപുസ്തകമൊക്കെ കൊണ്ടേ കൊടുത്തില്ലേ, നീയൊക്കെ എന്താ പറഞ്ഞേ, എനിക്കൊന്നും വായിക്കാൻ അറിയത്തില്ല എഴുതാൻ അറിയത്തില്ലെന്ന്, അങ്ങനെ നീയൊന്നും വലിയ ആളാവേണ്ടത് പറയണം. ഇത് കേട്ട ഉണ്ണിമോള് പറഞ്ഞു, വെറുതെ അവരോട് വഴക്കടിക്കാൻ പോണ്ട, വാ ദിവ്യ നമുക്ക് അപ്പുറം മാറിപ്പോയി കളിക്കാന്നും പറഞ്ഞോണ്ട് ഉണ്ണിമോളും ദിവ്യ അവരങ്ങോട്ട് മാറിപ്പോവാണ്. ഈ സമയത്ത് അവന്മാരെന്ത് ചെയ്യണം, അവന്മാരവിടെ ചുറ്റും കൂടി ഇരിക്കുകയാണ്. എന്നിട്ട് ഓരോ കുറ്റങ്ങളും പറഞ്ഞുകൊണ്ട് അവിടെ കുത്തിപ്പിടിച്ചിരിക്കുകയാണ്. ഈ സമയം ഉണ്ണിമോളൊക്കെ ബോൾ കളിച്ചോണ്ടിരിക്കുക. അങ്ങനെ ബോൾ കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ബോൾ എന്ത് ചെയ്യുവാണ്, നേരെ വന്ന് ആ ഒരു കുരിപ്പിന്റെ തലയിലേക്ക് അങ്ങോട്ട് വീഴുവാണ്. തല ശരിക്കും വന്ന് കൊണ്ടു. ഈ സമയം അത് അയ്യപ്പസ്വാമിയുടെ കളിയായിരുന്നു. കാരണം ഉണ്ണിമോളെ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ അയ്യപ്പസ്വാമിക്ക് അത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റുമോ, ഒരു കാരണവശാലില്ല. അവന്മാർക്കിട്ടൊരു പണി കൊടുക്കാൻ തന്നെയാണ് അയ്യപ്പസ്വാമി തീരുമാനിച്ചത്. അങ്ങനെ ബോൾ എന്ത് ചെയ്യണം, ഒരുത്തൻ തലക്കിട്ട് വന്ന് കൊണ്ടു. ഈ സമയം അവൻ തിരിഞ്ഞു ചോദിച്ചു, നീയൊക്കെ ഇങ്ങനെയാണ്ടി ബോൾ കളിക്കുന്നേ? അപ്പൊ ഉണ്ണിമോൾ വന്നിട്ട് പറഞ്ഞു, അതെ ബോളാണെങ്കിൽ ചിലപ്പോ തലയെ കൊണ്ടെന്നിരിക്കുമെന്ന് പറയണം. ഓഹോ, നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമാണോന്ന് ചോദിക്കുക. അതെ അതെ, മര്യാദയ്ക്ക് വേണം മാറിയിരിക്കണം, അല്ലെങ്കിൽ ഇനിയും തലയെ കൊള്ളുന്നു പറയാം. അന്നൊന്ന് കാണട്ടെ, ഒന്ന് കൊള്ളിച്ചെന്ന് പറയണം. വീണ്ടും ഉണ്ണിമോളെ കളിച്ച് വീണ്ടും അവന്റെ തല കൊള്ളുവാണ്. അവനങ്ങോട്ട് ദേഷ്യം വന്നു, നിന്നെ ഞാനൊന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അടിക്കാനായിട്ട് അങ്ങോട്ട് വരികയാണ്. ഈ സമയം ഗിരിദേവനും ഭാവയും കൂടെ അങ്ങോട്ട് വന്നു. ഗിരിദേവനെ കണ്ടതും അവനൊന്നും പകച്ചു. കാരണം മുമ്പ് അവന് നല്ല അനുഭവം ഉള്ളതാണ് താനും. പിന്നീട് ഗിരിദേവൻ ചോദിച്ചു, എന്താന്ന് ചോദിക്കണം, അങ്ങോട്ട് മാറി നിൽക്കണമെന്ന് പറയണം. ഒരു ഗിരിദേവൻ വന്നേക്കുന്നു. ഇതേ വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലെന്ന് പറയണം ഉണ്ണിമോൾ. ഈ സമയം ഗിരിദേവൻ പറഞ്ഞു, ഉണ്ണിമോള് പേടിക്കണ്ട, ഇവൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ലെന്ന് പറയണം. അങ്ങനെ അവൻ അങ്ങോട്ട് അടിക്കാൻ അങ്ങോട്ട് കൈ പോയി കഴിഞ്ഞപ്പോഴത്തേനും ഗിരിദേവൻ ആ കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു. പിന്നീട് അവൻ എന്ത് ചെയ്യുവാണ്, അവന് ഭയങ്കര ദേഷ്യം വന്നു. അവൻ പറഞ്ഞ് മാറി നിൽക്കടാന്ന് പറഞ്ഞ് ഗിരിദേവൻ അങ്ങോട്ട് പിടിച്ച് തള്ളാൻ തുടങ്ങുകയാണ്. പക്ഷെ ഗിരിദേവനെ തള്ളിയിട്ട് ഗിരിദേവൻ മാറുന്നുണ്ടോ. അപ്പൊ അവൻ ഒന്നുകൂടെ ദേഷ്യം വന്നു. ഓഹോ, അപ്പൊ നീ മനഃപൂർവ്വം അല്ലേന്ന് ചോദിക്കും. അതെ ഉണ്ണിമോള് മര്യാദയ്ക്ക് ഇവിടെ ഇരിക്കുമല്ലേ, അതെ നീയൊക്കെയല്ലേ ഉണ്ണിമോളെ കളിയാക്കിയെന്ന് ചോദിക്കാം. ഓ, ഉണ്ണിമോളെ പഠിച്ചപ്പോ നിനക്ക് അങ്ങോട്ട് നൊന്തല്ലേടാന്ന് ചോദിക്കുക. ഈ സമയം വാ പറഞ്ഞു, അതെ ഉണ്ണിമോളെ എന്തെങ്കിലും പറഞ്ഞ് ഞങ്ങൾക്ക് നോവും, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് ചോദിക്കാം. ഇതേ വെറുതെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ലാന്ന് പറയണം. ഇത് കേട്ടോ അമ്മ പറഞ്ഞു, നിനക്കിട്ടൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയണം. എന്നിട്ട് അങ്ങോട്ട് പോയിരിക്കുകയാണ്. പിന്നീട് അവർ വീണ്ടും കളിക്കുന്ന സമയത്ത് ഗിരിദേവൻ ഭാവിയോട് പറഞ്ഞു, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, അവന്മാർക്കിട്ട് നല്ലൊരു പണിയും കൂടെ കൊടുക്കണമല്ലോ എന്ന് പറയണം. ഈ സമയം അവന്മാരെന്ത് ചെയ്യണം, എടാ ആ ഉണ്ണിമോൾക്ക് ഇച്ചിരി അഹങ്കാരം കൂടുന്നുണ്ട്. ഉണ്ണിമോളല്ല സോറി, മീനാക്ഷിക്ക് ഇച്ചിരി അഹങ്കാരം കൂടുന്നുണ്ട്. അവൾക്കിട്ടൊരു പണി കൊടുക്കണമെന്നൊക്കെ കൊടുക്കാം. ഒരു കാര്യം ചെയ്യാം, ഞാൻ പൈപ്പിൽ നിന്ന് പോയി കുറെ വെള്ളം പിടിച്ചോണ്ടിരാന്ന് പറയണം കുപ്പിക്കകത്ത്. അങ്ങനെ അവൻ എന്ത് ചെയ്യണം, ഒരു കുപ്പിക്കകത്ത് കുറെ വെള്ളം അങ്ങോട്ട് പിടിച്ചോണ്ട് വന്നു അവളുടെ തല വഴി അങ്ങോട്ട് ഒഴിക്കാന്ന് പറയണം. ശരിയാ, അങ്ങനെ തന്നെ ചെയ്യാന്ന് പറയാം. ഈ സമയം ഉണ്ണിമോളും ഫ്രണ്ട്സും അവിടെ കളിച്ചോണ്ടിരിക്കുക. അപ്പൊ അതിലൊരുത്തനെ അങ്ങോട്ട് ചെന്നിട്ട് എന്ത് ചെയ്യണം, ഉണ്ണിമോളെ അങ്ങോട്ട് വിളിച്ചു. മീനാക്ഷിന്ന് വിളിച്ചിട്ട് എന്ത് ചെയ്യണം, അവളുടെ തലയിലേക്ക് അങ്ങോട്ട് വെള്ളം കമത്താൻ തുടങ്ങുവാണ്. ഈ സമയത്ത് ഉണ്ണിമോൾ എന്ത് ചെയ്യുക, ആ കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു. പിന്നീട് എന്ത് ചെയ്യുക, ആ കുപ്പി തിരിച്ച് അവന്റെ തലയിലേക്ക് തന്നെ ഒഴിക്കുക. ഒട്ടും പ്രതീക്ഷിച്ചില്ല അവനത്. എല്ലാവരുടെ മുന്നിൽ നാണം കെട്ട് തല കുഴിച്ചു പോയി. മൊത്തം വെള്ളത്തിൽ കുളിച്ചവൻ നിൽക്കുകയാണ്. നിനക്ക് ഇത്ര അഹങ്കാരമില്ലേടി, നിന്നെ ഞാൻ കാണിച്ചു തരാന്ന് പറയണം. നീ ഒന്ന് പോടാ അവിടുന്ന്, ഇനി മേലാല് ഇങ്ങനത്തെ ഊടായ്പ പരിപാടിയായിട്ട് വന്നാണ്ടല്ലോ ഞാൻ കാണിച്ചു തരുമെന്ന് പറയണം. വാ ദിവ്യ എന്ന് പറഞ്ഞ് ദിവ്യനെ നന്ദനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് ക്ലാസ്സിലേക്ക് പോവാ. എല്ലാവരുടെ മുന്നേ അവൻ നാണം കിട്ടുപോയി. അവനെ ആകെപ്പാടെ വല്ലാത്ത ദേഷ്യവും സങ്കടമായി.
ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് പറയണം. ഈ സമയം അടുത്തവൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്താലോ, നമുക്ക് അവൾക്കൊരു പണി കൊടുത്താലോ. ഇന്ന് ആ ദിവ്യയെ നന്ദനയും കൂടെ കൂടിയിട്ട് ഒരു കഥപുസ്തകം കൊണ്ടേ അവൾക്ക് സമ്മാനിച്ചില്ലേ, ഒരു കാര്യം ചെയ്യാം, നമുക്കത് അടിച്ചു മാറ്റാന്ന് പറയണം. എന്നിട്ടോ അടിച്ചു മാറ്റി അവളുടെ മുന്നിൽ വെച്ചാൽ നമുക്കത് വലിച്ചു കയറാന്ന് പറയാം. ഇത് കേട്ട് ഒരുത്തും പറഞ്ഞ് പ്രശ്നമാവോ, ഇനിയിപ്പം മാരാർമാഷോ രാധ ടീച്ചർ ആരോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടി കിട്ടുമെന്ന് പറയാം. എന്തടി കിട്ടാനായിട്ട്, അവൾ അതിന് പറഞ്ഞിട്ട് വേണ്ടേ, അവളത് പറയില്ലല്ലോ എന്ന് പറയണം. പിന്നീട് അവന്മാരും മൂന്നുപേരും കൂടെ ക്ലാസ്സിലേക്ക് കയറി ചെല്ലുവാണ്. ഈ സമയത്ത് ഉണ്ണിമോളൊന്നും ക്ലാസ്സിലുണ്ടായിരുന്നില്ല. ഉണ്ണിമോടെ ബാഗിനകത്തുനിന്ന് ആ കഥപുസ്തകം എടുക്കുകയാണ്. അങ്ങനെ കഥപുസ്തകം എടുത്തോണ്ട് അങ്ങോട്ട് വന്നു. ഈ സമയം ഉണ്ണിമോളൊക്കെ പുറത്തുണ്ടായിരുന്നു. നേരെ ഉണ്ണിമോടെ അടിയിലേക്ക് ചെല്ലുവാണ്. നിന്റെ അഹങ്കാരമല്ലേ, നിന്റെ അഹങ്കാരം ഇന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം, ആ കഥപുസ്തകം ആദ്യത്തെ പേജ് അങ്ങോട്ട് വലിച്ചു കീറുവാണ്. ഇത് കണ്ട് ഉണ്ണിമോൾക്ക് ഭയങ്കര വിഷമമായിപ്പോയി. നീ എന്താ കാണിക്കണമെന്ന് ചോദിക്കും. എന്താ കാണിക്കണമെന്ന് മനസ്സിലായല്ലേ, നീ മുമ്പേ അവന്റെ തലയിൽ കൂടെ വെള്ളം ഒഴിച്ചില്ലേ, ഇത്രയ്ക്ക് നിനക്ക് അഹങ്കാരം പാടില്ല എന്നും പറഞ്ഞ് നീ പുസ്തകം ഒന്ന് വായിക്കുന്ന എനിക്കൊന്ന് കാണണമെന്ന് പറയണം. ഈ സമയം ദിവ്യ പറഞ്ഞു, എന്താടാ നീ കാണിച്ചേന്ന് ചോദിക്കുക, ഞങ്ങൾ സാറിനോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറയാം. പിന്നെ പറഞ്ഞു കൊടുക്കും, ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത് കാണണമെന്ന് പറയാം. നീയൊക്കെ ഇച്ചിരി അഹങ്കാരം കൂടുന്നുണ്ട്, പിന്നെ വലിയ ആളാണെന്ന് നിന്റെ ഭാവം എന്ന് പറയാണ്. ഈ സമയത്താണ് ഗിരിദേവനും വാവയും വരുന്നത്. അവർ കണ്ടിത്. അങ്ങനെ ഗിരിദേവനും വാവയും കൂടെ വന്നിട്ട് ചോദിച്ചു, എടാ നീ എന്ത് മരമണ്ടനാടാ, നീ എന്ത് പരിപാടിയാണ് കാണിച്ചെന്ന് ചോദിക്കും. എന്താ, അല്ല നീ എന്തിനാടാ ആ പുസ്തകത്തിന്റെ താള് വലിച്ചു കയറിയെന്ന് ചോദിക്കാം. ഞാൻ താള് വലിച്ചു കയറുക, അതിനിപ്പം നിനക്കെന്താടാ, വെറുതെയാ, താള് വലിച്ചു കയറിയായിരുന്നോ കീറാൻ പോകുന്നുള്ളെന്ന് പറയാം. ഇത് ഏട്ടത്ത് പോകുമ്പോൾ പിന്നെ ഞാൻ വലിച്ചു കയറിയതാണല്ലോ എന്ന് പറയും. നീ ഒന്ന് നോക്കാൻ പറയണത്. അവൻ നോക്കിക്കഴിഞ്ഞപ്പോ ആ വലിച്ചു കയറിയ താള് അതേപടി തന്നെ ഉണ്ട്. അപ്പൊ താൻ വലിച്ചു കയറിയത് എന്താ, എടാ മരം വേണ്ട, ഇപ്പം മനസ്സിലായോ നീ വലിച്ചു കീറിയില്ല എന്നുള്ള കാര്യം. ഇത് കണ്ടതും അവന് അത്ഭുതമായി. ഇതെങ്ങനെ സംഭവിച്ചു, താൻ വലിച്ചു കീറിയതാണല്ലോ എന്ന് ഓർക്കുക. ഈ സമയത്ത് ഉണ്ണിമോള് ഗിരിദേവനെ ഒന്ന് നോക്കുന്നുണ്ട്. ഉണ്ണിമോൾക്ക് മനസ്സിലായി ഗിരിദേവൻ എന്തോ ഒരു നമ്പർ ഇട്ടിട്ടുണ്ട്, അതാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നൊക്കെയുള്ളത്. അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. കാരണം ഉണ്ണിമോളെ അവിടെ തോൽപ്പിക്കാനായിട്ട് അവന്മാര് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഉണ്ണിമോൾക്കൂട്ടി പണി കൊടുക്കാനായിട്ട്. പക്ഷേങ്കിൽ ഗിരിദേവൻ മാവേ ഉണ്ണിമോളുടെ സഹായത്തിനായിട്ട് ഉണ്ണിമോളോടൊപ്പം തന്നെ നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.